ഇനി നമ്മളിവിടെ പഠിക്കുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ബയോഫാർമസ്യൂട്ടിക്കൽസും അതേപോലെ ബയോളജിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോളജിക്കൽസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഓഫ് ബയോളജിക്കൽ ഒറിജിൻ യൂസ്ഡ് ആസ് ഡ്രഗ്, വാക്സിൻ, പെസ്റ്റിസൈഡ് എക്സെട്ര. അതായത് ബയോളജിക്കലി ഒറിജിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അതിന് നമ്മൾ ഡ്രഗോ വാക്സിനോ പെസ്റ്റിസൈഡ്സോ ഒക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസ്, ബയോളജിക്കൽ ഒറിജിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ബയോളജിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓർ ഇൻഡസ്ട്രിയൽ സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ബയോളജിക്കൽസ് ബൈ യൂസിങ് ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്, ഫംഗൈ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഫംഗസും പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വെച്ച് അതിൽ നിന്ന് ലാർജ് സ്കെയിലിൽ ബയോഫാർമസ്യൂട്ടിക്കൽസും അതേപോലെ ബയോളജിക്കൽസ് അതായത് ഡ്രഗ്സും വാക്സിൻസും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ബയോടെക്നോളജി ഒരു ആപ്ലിക്കേഷൻ, മേജർ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഈ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് പല ഫീൽഡിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തെറാപ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസിനെ നേരത്തെ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഫോർ അഗ്രികൾച്ചർ, അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. പ്രോസസ്ഡ് ഫുഡ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബയോ റെമഡിയേഷൻ പ്രോസസ്സ്. ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്നതിനാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ബയോടെക്നോളജി, 3 ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നല്ലൊരു കാറ്റലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്ഡ് മൈക്രോ ഓർഗാനിസം. ഇംപ്രൂവ്ഡ് ഓർഗാനിസം ആയിട്ടോ അല്ലെങ്കിൽ പ്യുവർ എൻസൈം ആയിട്ടോ നല്ലൊരു ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുക. അതായത് എന്തോന്ന് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനോ ബെസ്റ്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുക. ഇനി സെക്കൻഡ് ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ ബയോടെക്നോളജിയിൽ വരുന്നത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ പറയുന്ന ഓർഗാനിസത്തിന് വളരാനുള്ള ഒപ്റ്റിമം കണ്ടീഷൻ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന് വർക്ക് ചെയ്യാനുള്ള ഒപ്റ്റിമം കണ്ടീഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. ആ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഫോർ ദ ഗ്രോത്ത് ഓഫ് ദാറ്റ് ഓർ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോമ്പൗണ്ട് ഫ്രം ദ മൈക്രോ ഓർഗാനിസംസ് ഓർ എനി ഓർഗാനിസം ഓർ ദ മാക്സിമം ആക്ടിവിറ്റി ഓഫ് ദ കാറ്റലിസ്റ്റ്. അതിന് വേണ്ട pH-ഉം ടെമ്പറേച്ചറും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. തേർഡ് വൺ ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജിയാണ്. അതായത് എന്ത് സബ്സ്റ്റൻസ് ആണോ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെ ഈസി ആയിട്ട് പ്യൂരിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമുക്ക് എത്രയും പെട്ടെന്ന്, അതായത് ഒരുപാട് പ്രൊസീജിയർ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ അത് ബയോടെക്നോളജിയുടെ ഒരു ഒരു സക്സസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതും ഒരു മേജർ ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയ തന്നെയാണ് കേട്ടോ. ഇനി ബയോടെക്നോളജി ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറിൽ എന്തൊക്കെയാണ്? അഗ്രികൾച്ചറിൽ എങ്ങനെയാണ്, അതായത് ഓരോ ഫീൽഡിലും നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഇറ്റ് ഈസ് ഫോർ ഇൻക്രീസിങ് ദ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രാക്ടീസസിൽ 3 മേജർ ടൈപ്പ് ഓഫ് പ്രാക്ടീസസ് ആണ്. അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ ഈസ് ദർ. അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, അതേപോലെ ഓർഗാനിക് അഗ്രികൾച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറാണ്, എക്സ്പെൻസീവ് ആണ്. ഓർഗാനിക് അഗ്രികൾച്ചറിൽ നമുക്ക് ഒരുപാട് ഈൽഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ വന്നത് ബയോടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിന് ശേഷമാണ്. ഗ്രീൻ റെവല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ അത് സക്സീഡ് ആയില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന ഫുഡിൻ്റെ ഏകദേശം 3 ഇരട്ടി ഫുഡോളം സപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട്. പക്ഷേ അത് നമ്മുടെ ഗ്രോയിങ് പോപ്പുലേഷനെ മുഴുവൻ വേണ്ട റിക്വയർമെൻറ്റ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇൻക്രീസ്ഡ് ഈൽഡ് ഹാവ് പാർട്ട്ലി ബീൻ ഡ്യൂ ടു യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി. കുറച്ചൊക്കെ ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷനിൽ അത് ട്രിപ്പിൾ ടൈമായിട്ട് ഇൻക്രീസ് ചെയ്ത അതിൻ്റെ പ്രൊഡക്ഷൻ. പക്ഷേ ഈ ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെൻഷണൽ ബ്രീഡിംഗ് ടെക്നിക്ക് മാത്രമാണ് അന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഫുഡ് ഒരു എന്താ പറയുക വളരെ
വളരെ കുറച്ച് നമ്മൾ ഇംപ്രൂവ്ഡ് വെറൈറ്റി വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കൂടിയത് ബൈ യൂസിങ് ബെറ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കൊണ്ടാണ്, പ്രാക്ടീസ് കൊണ്ടും അതുപോലെ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ കൊണ്ടും, അതായത് ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുമാണ് നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ കൂട്ടിയത് ഗ്രെയിൻ റവല്യൂഷൻ്റെ സമയത്ത്. പക്ഷേ നമ്മുടെ ഫാർമേഴ്സ് എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫാർമേഴ്സ് ഈ അഗ്രോ കെമിക്കൽസിനെയും പെസ്റ്റിസൈഡ്സിനെയും ഒക്കെ വാങ്ങി അതിനെ യൂസ് ചെയ്യാൻ അത്ര കഴിവുള്ള ആളുകളല്ല. അത് കാരണം എന്താ വെച്ചാൽ ഈ അഗ്രോ കെമിക്കൽസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ ലാൻഡിനെ പൊല്യൂട്ട് ചെയ്യാനും ഈ പറയുന്ന അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ കാരണമാവും. അതുകൊണ്ട് തന്നെ ഫർദർ ഇൻക്രീസ് ഓഫ് ദ ഈൽഡ് ഫ്രം ദ എക്സിസ്റ്റിംഗ് വെറൈറ്റി ദിസ് വാസ് നോട്ട് പോസിബിൾ. ഒരു പരിധി കൂടുതൽ നമുക്ക് കൺവെൻഷണൽ ബ്രീഡിംഗ് വഴി പോസിബിൾ ആയിരുന്നില്ല. ഇൻ ദാറ്റ് ഏരിയ വെൻ ദിസ് ബയോടെക്നോളജി കെയിം ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് കെയിം ദാറ്റ് വാസ് വെരി എഫിഷ്യൻ്റ്ലി യൂസ്ഡ് ഇൻ ദിസ് ഏരിയ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് സോഴ്സസ്. ഫുഡ് സോഴ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാൻ ഒരുപാട് സഹായിച്ചു. അതേപോലെ തന്നെ അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, അതായത് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജ് ഒരുപാട് കുറയ്ക്കും. നമ്മുടെ ലാൻഡ് ഏരിയ പൊല്യൂട്ട് ആവുന്നത് കുറയാനും ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെ വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ ആൻഡ് ആനിമൽസ്, അതിൻ്റെ ജീൻസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആസ് പ്ലാന്റ്സ് വി ക്യാൻ യൂസ് ഫോർ ദ മാക്സിമം പ്രൊഡക്ഷൻ ഓഫ് ദ ഈൽഡ്. അതുപോലെ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ജനറ്റിക് മോഡിഫിക്കേഷൻസ് പ്ലാന്റ്സിൽ ഏതൊക്കെ തരത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെയ്ഡ് ക്രോപ്പ് മോർ ടോളറൻറ്റ് ടു എബയോട്ടിക് സ്ട്രെസ്. അതായത് ഏത് ക്ലൈമറ്റിക് കണ്ടീഷനിലും വളരാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റിനെ, അതായത് എബയോട്ടിക് സ്ട്രെസ്സിനെ എല്ലാം ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പ്ലാന്റ്സിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. കോൾഡ് ക്ലൈമറ്റിലും ഡ്രോട്ടിലും സോൾട്ടിലും ഹീറ്റിലും ഒക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റിനെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അതേപോലെ റിഡ്യൂസ്ഡ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജ്, അതേപോലെ പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസേജ് കുറയ്ക്കാൻ കഴിഞ്ഞു ബിക്കോസ് ഓഫ് ദ മോഡിഫിക്കേഷൻ ഓഫ് സർട്ടൻ പ്ലാന്റ്സ്. അതുപോലെ ഹെൽപ്പ് ടു റിഡ്യൂസ് ദ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ്, പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ് കുറയ്ക്കാൻ കഴിഞ്ഞു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്ലാന്റിൽ നിന്ന് വിളവെടുത്തതിന് ശേഷം നോക്കുമ്പോൾ അവിടെ അതിന് വില കുറവൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ കൂടും എന്ന് തോന്നിയാൽ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്കിതിനെ ഇത് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യുകയും മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ അതിനെ നമുക്ക് സെല്ല് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റഡ് ലോസ് കുറയ്ക്കാനുള്ള ടെക്നോളജി ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൽ ഇൻഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ്. അതേപോലെ നമ്മളിപ്പോൾ പ്ലാന്റ്സ് വളരെ പതുക്കെ മിനറൽസിനെ യൂസ് ചെയ്യും, അതിൻ്റെ ആവശ്യാനുസരണം മാത്രം അതിനെ യൂസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് സോയിലുള്ള മിനറൽസിനെ പ്ലാന്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ചുമ്മാ മിനറൽസിനെ മാക്സിമം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ കേസിൽ എഫിഷ്യൻറ്റ് യൂസേജ് ഇറ്റ് വിൽ നോട്ട് ഒക്കർ അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ കുറേ ഫുഡ് അങ്ങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് സോഴ്സിനെ മുഴുവൻ തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരം മൃഷ്ടാന്നം കഴിക്കാൻ പറ്റും. പിന്നെ പിറ്റേ നേരത്തേക്ക് നമ്മൾ ഫുഡ് സോഴ്സ് അന്വേഷിച്ചിട്ട് വേണം അല്ലേ. അതേസമയം നമുക്ക് വേണ്ടത്ര മാത്രം കുക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്കതിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം നമ്മുടെ ഫുഡ് സോഴ്സിനെ. അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസിലും അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ, അതായത് മിനറൽ യൂസേജ് ഈ എഫിഷ്യൻസി ഇൻ ദ പ്ലാന്റ്സ് ഇറ്റ് ഹാസ് ഇൻക്രീസ് ബൈ ദ ജനറ്റിക് മോഡിഫിക്കേഷൻ. അതുപോലെ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ദ ഫുഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബയോഫോർട്ടിഫിക്കേഷൻ. ഗോൾഡൻ റൈസിലും അതുപോലെ വിറ്റാമിൻ എ എൻറിച്ച്ഡ് റൈസിലും ഒക്കെ കാണുന്നത് ഈ പറയുന്ന ബയോഫോർട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഇതിനൊക്കെ അഡീഷണൽ ആയിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ഇറ്റ് ഹാസ് ബീൻ യൂസ് ടു ക്രിയേറ്റ് ടൈലർ മെയ്ഡ് പ്ലാന്റ്. അത് ഓൾട്ടർനേറ്റീവ് സോഴ്സ് ടു ഇൻഡസ്ട്രീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ചസ്, ഫ്യൂൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. ടൈലർ മെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, പ്ലാന്റ്സ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് വളർത്തുന്നത്, ദാറ്റ് മേ ബി ഡ്യൂ ഫോർ ദ ഹൈ ഈൽഡ് ഓർ ഫോർ ദ ഡിസീസ് റെസിസ്റ്റൻ്റ്, ഇങ്ങനെയൊക്കെ വളർത്തുന്ന ഈ പ്ലാന്റിനെ നമുക്ക് ഇൻഡസ്ട്രീസിലേക്ക്, റിസോഴ്സസ് ടു ഇൻഡസ്ട്രീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്, ഫ്യൂവൽ, ഫാർമസ്യൂട്ടിക്കൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം
ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ടെയിലർ മെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ചില ആപ്ലിക്കേഷൻ ബയോടെക്നോളജിയിലെ ചില ആപ്ലിക്കേഷൻ അഗ്രികൾച്ചറിൽ ദാറ്റ് വി വിൽ സ്റ്റഡി ഹിയർ, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ഇൻ ദ ഫോം ഓഫ് പെസ്റ്റ് റെസിസ്റ്റൻസ്. അത് പെസ്റ്റിസൈഡിൻ്റെ യൂസേജ് കുറയ്ക്കും. എക്സാമ്പിൾ ഇഫ് ഈസ് ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഈ ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് ബി ടി ടോക്സിൻ. ബി ടി ടോക്സിൻ ജീന, ബി ടി എന്ന് പറയുന്ന പേര് വന്നത് അത് ആ ഓർഗാനിസത്തിൻ്റെ പേരിൽ നിന്നാണ് കേട്ടോ. ബാസിലസ് തുറിഞ്ചിയൻസിസിൻ്റെ ഷോർട്ട് ഫോമാണ് ബി ടി എന്ന് പറയുന്നത്. ഈ ബി ടി ടോക്സിൻ ജീൻ വന്നിട്ട് ക്ലോൺ ചെയ്തിട്ട് അത് പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ എക്സ്പ്രഷൻ കാണിച്ചാൽ വി ക്യാൻ മേക്ക് ദ റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ടു ഇൻസെക്റ്റ് ആൻഡ് വി ക്യാൻ കൾട്ടിവേറ്റ് ദിസ് പ്ലാന്റ് വിത്തൗട്ട് എനി ഇൻസെക്ടിസൈഡ് അപ്ലൈയിങ് ഇൻ ദ ലാൻഡ്. നമ്മുടെ ലാൻഡിൽ ഇൻസെക്ടിസൈഡ് ഒന്നും അപ്ലൈ വരില്ല. കാരണം ആ ഇൻസെക്റ്റിനെ കൊന്നു കളയാനുള്ള ബി ടി ടോക്സിൻ അവരുടെ ബോഡിയിൽ തന്നെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ബയോ പെസ്റ്റിസൈഡ് എന്നാ പറയാം. നമ്മൾ ബയോ പെസ്റ്റിസൈഡ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റിനെ മോഡിഫൈ ചെയ്തെടുത്തു. നൗ ദ എക്സാമ്പിൾ ഫോർ ദിസ് വൺ ഈസ് ബി ടി കോട്ടൺ, ബി ടി കോൺ, ബി ടി റൈസ്, ബി ടി ടൊമാറ്റോ, ബി ടി പൊട്ടാറ്റോ, ബി ടി സോയാബീൻ, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. Now we will see what is this BT cotton. Bacillus thuringiensis ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ചില ഇൻസെക്ട്സിനെ കൊല്ലാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ്. എക്സാമ്പിൾ ഇഫ് ഈസ് എ ലിപ്പിഡോപ്റ്ററൻസ് ലൈക്ക് ടൊബാക്കോ ബഡ് വോം, ആർമി വോം, അതേപോലെ തന്നെ സീലോപ്റ്ററൻസ് ലൈക്ക് ബീറ്റിൽസ്, അതുപോലെ ഡിപ്റ്ററൻസ് ലൈക്ക് ഫ്ലൈസ്, മൊസ്കിറ്റോ, ഇതിനെയൊക്കെ കൊന്നുകളയാൻ കഴിവുള്ള ഒരു ടോക്സിനാണ് ബി ടി ടോക്സിൻ എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആണ് കേട്ടോ. ഒരു എന്താ പറയുക, അത് സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം കൊന്നുകളയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ഇനി ബാസിലസ് തുറിഞ്ചിയൻസിസ് ഈ എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഫേസിൽ വന്നിട്ട്. ഈ പ്രോട്ടീൻ ക്രിസ്റ്റലിലാണ് ഈ ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻ ഉള്ളത്. അതിനകത്താണ് ഇൻസെക്റ്റിനെ കൊന്നുകളയുന്ന പ്രോട്ടീൻ ഉള്ളത്. ഈ ടോക്സിന് എന്താ പറയുക, ബാസിലസിനെ കൊല്ലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബി ടി ടോക്സിൻ അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ പ്രോട്ടീൻ്റെ ഉള്ളിൽ ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻ പ്രോടോക്സിൻ ആയിട്ടാണ് കാണുന്നത്, അതായത് ഇനാക്റ്റീവ് ടോക്സിൻ ആയിട്ടാണ് കാണുന്നത്. ഇത് വന്നിട്ട് ഈ ബി ടി ടോക്സിൻ വന്നിട്ട് വെൻ ഇറ്റ് ഈസ് റീച്ചിങ് ദ ഗട്ട് ഓഫ് എനി ഇൻസെക്റ്റിൻ്റെ മിഡ് ഗട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മിഡ് ഗട്ടിലുള്ള ആൽക്കലൈൻ പി എച്ചിൽ അത് ഡിസോൾവ് ആവുക, അതായത് ക്രിസ്റ്റൽ പോലത്തെ ഈ പറയുന്ന പ്രോട്ടീൻ ഡിസോൾവ് ആവുകയും അവിടെ വന്ന് അത് ടോക്സിസിറ്റി അറ്റൈൻ ചെയ്യുകയും ചെയ്യും. പ്രോടോക്സിൻ എന്നുള്ളത് ടോക്സിക് ആയിട്ട് മാറും. അത് ആൽക്കലൈൻ പി എച്ച് കൊണ്ടാണ് അത് ആക്ടിവേറ്റ് ആകുന്നത്. ആക്ടിവേറ്റഡ് ടോക്സിൻ ഒന്ന് ബൈൻഡ് ചെയ്യുന്ന മിഡ് ഗട്ട് റീജിയൻ ഓഫ് എപ്പിത്തീലിയൽ എപ്പിത്തീലിയൽ സെൽസിലാണ്. അതുപോലെ അതവിടെ പ്രൊപ്പോൾസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ സെല്ല് സ്വെല്ലാവാനും അതുപോലെ സെല്ല് ഡൈ ആവാനും സാധ്യതയുണ്ട്. അത് അങ്ങനെയാണ് ഈ പറയുന്ന ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ഈ ഇതിൻ്റെ കേസിൽ ഇൻസെക്റ്റിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ബി ടി ടോക്സിൻ ജീൻസ് ബാസിലസ് തുറിഞ്ചിയൻസിസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അത് പല ക്രോപ്പ് പ്ലാന്റ്സിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ലൈക്ക് കോട്ടൺ, ഈ ജീനിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ക്രോപ്പ് ആൻഡ് ദ ടാർഗറ്റഡ് പെസ്റ്റ്. നമ്മൾ ഏത് പെസ്റ്റിനെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അതുപോലെ ഏത് ക്രോപ്പിലാണോ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ ജീൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ബി ടി ടോക്സിൻ ഇൻസെക്ട് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. പല ഇൻസെക്ട്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്സിൻസ് ആണ്. ഈ ടോക്സിനെ കോഡ് ചെയ്യുന്ന ജീനിനെ നമ്മൾ എപ്പോഴും ഇറ്റാലിക്സിൽ CRY എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന നമ്മളെപ്പോഴും റോമൻ ലെറ്റർ CRY എന്നാണ് എഴുതുക. ഓക്കെ, ഇനി പുതിയ ടെക്സ്റ്റ് ബുക്കിൽ CRY1AC നെയിംഡ് CRY എന്ന് കൊടുത്തിട്ടുണ്ട്. 1AC വേണ്ട കേട്ടോ, CRY ഇറ്റാലിക്സ് മാത്രം മതി. അതായത് ഇത് കണ്ടോ, ഇതങ്ങ് വെട്ടിക്കളഞ്ഞാൽ അതൊരു മിസ്റ്റേക്കാണ്. So it is represented in the form of italics, that is the gene. Okay, BT toxin gene ആണ് ആ CRY ഇറ്റാലിക്സിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ CRY റോമൻ ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ആ പ്രോട്ടീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ക്രൈ പ്രോട്ടീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിന് ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ എൻകോഡഡ് ബൈ ദ ജീൻ CRY1AC, CRY2AB. CRY1AC-യും CRY2AB-യും കോട്ടൺ ബോൾ വേമിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ CRY1AB ദാറ്റ് കൺട്രോൾ ദ കോൺ ബോറർ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോ ദിസ് ഈസ് ദ വേ വി ക്യാൻ മേക്ക് ദ ഇൻസെക്ട്
റെസിസ്റ്റൻറ്റ് പ്ലാന്റ്. ഈ ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് എല്ലായിടത്തും അതിന് ഉള്ള ലൈസൻസ്, അതിന് ഗ്രോ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻസെക്ട്സ് ആക്ട് ആസ് എ പോളിനേറ്റേഴ്സ്. അപ്പോൾ സീഡ് സെറ്റിംഗ് വേണ്ട ഏരിയയിൽ, അതായത് ഇപ്പോൾ നമ്മുടെ പറമ്പിലിപ്പോൾ കോട്ടൺ പ്ലാന്റ് ആണ് നിൽക്കുന്നത്. കോട്ടൺ എന്ന് പറയുന്ന ഒരു ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പോളിനേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കും ആ പ്ലാന്റിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമില്ല ഈ പറയുന്ന ഇൻസെക്ട്സിനെയൊക്കെ കൊന്നു കളഞ്ഞാൽ. പക്ഷേ ക്രോസ് പോളിനേഷൻ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഫാർമേഴ്സ് ഈ പറയുന്ന BT വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ അവിടെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ BT വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഗ്രോ ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം കേട്ടോ. Now we will see some more genetically modified organism ചോദിച്ചിട്ടുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹിറുഡിൻ എന്ന് പറയുന്ന ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്ന ബ്രാസിക്ക നേപ്പസ് എന്ന് പറയുന്ന ജനറ്റിക്കലി എഞ്ചിനീയർഡ് പ്ലാന്റ് ഉണ്ട്. ബ്രാസിക്ക എന്ന് പറയുന്നത് എന്താണ്? ബ്രാസിക്കേഷ്യയെ, അത് മസ്റ്റേർഡ് ഒക്കെ വരുന്നതാണ്. ബ്രാസിക്ക നേപ്പസ് എന്ന് പറയുന്ന മസ്റ്റേർഡ് ആണ് കേട്ടോ. ബ്രാസിക്ക നേപ്പസ് ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്തിട്ടുള്ളതാണ് വിത്ത് ഹിറുഡിൻ ജീൻ. ഹിറുഡിൻ ജീൻ എന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ദാറ്റ് വിൽ പ്രിവെന്റ് ദ ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഏതെങ്കിലും ബ്ലഡ് വെസലൊക്കെ ബ്ലോക്ക് ആവുന്ന ആളുകൾക്ക് ഈ പറയുന്ന മസ്റ്റർഡ് യൂസ് ചെയ്താൽ മതി. അതേപോലെ ഫ്ലേവർ സേവർ ടൊമാറ്റോ, അത് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ് കുറയ്ക്കുന്ന ഒരു ടൊമാറ്റോ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് സപ്രസ് ദ പോളിഗാലക്ടൂറോണൈസ് എൻസൈം. പോളിഗാലക്ടൂറോണൈസ് എൻസൈമാണ് ഫ്രൂട്ട് റൈപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന. അതിനെ സപ്രസ് ചെയ്ത് നിർത്തും ഈ പറയുന്ന ഫ്ലേവർ സേവർ ടൊമാറ്റോയിൽ. ഫ്ലേവർ സേവർ ടൊമാറ്റോ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്. പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സെവറൽ നെമാറ്റോഡ്, പലതരത്തിലുള്ള നെമാറ്റോഡ്സ് നമുക്കറിയാം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഈവൻ ഹ്യൂമൻ ബീങ്സിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നെമാറ്റോഡാണ് മെലോയിഡിജിൻ ഇൻകോഗ്നീഷ്യ എന്ന് പറയുന്നത്. അത് ടൊബാക്കോ പ്ലാന്റിനെ റൂട്ടിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണ്. ഈ ടൊബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടിൽ അത് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ക്രോപ്പ് ലോസ് അല്ലെങ്കിൽ ഈൽഡ് ലോസ് ഉണ്ടാവാൻ കാരണമാവും. അതിന് വേണ്ടിയിട്ട് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് വെറൈറ്റി, അത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ RNA ഇൻ്റർഫറൻസിൻ്റെ ബേസിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ദ നോവൽ സ്ട്രാറ്റജി വാസ് അഡോപ്റ്റഡ് ടു പ്രിവെൻറ്റ് ദിസ് ഇൻഫെസ്റ്റേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദ പ്രോസസ് RNA ഇൻ്റർഫറൻസ്. RNA ഇൻ്റർഫറൻസ് എല്ലാ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിലും, മോസ്റ്റ് ഓഫ് ദി യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിലും ഒരു സെല്ലുലാർ ഡിഫൻസ് മെത്തേഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഈ മെത്തേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ mRNA സൈലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു RNA, കോംപ്ലിമെൻ്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂള് സിന്തസൈസ് ചെയ്യാൻ കഴിയും ഈ പറയുന്ന RNA ഇൻ്റർഫറൻസ് മെക്കാനിസത്തിൽ. RNA ഇൻ്റർഫറൻസ് മെക്കാനിസത്തിൽ ഈ പാരസൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പെസ്റ്റിൻ്റെ mRNA സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സൈലൻസ് ചെയ്യാൻ കഴിയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് RNA സിന്തസൈസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട് ഈ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ. ഈ കോംപ്ലിമെൻ്ററി RNAയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? RNA വൈറസസിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഡിഫൻസ് മെക്കാനിസം, അതുപോലെ മൊബൈൽ ജനറ്റിക് എലമെന്റ്സ് ലൈക്ക് ട്രാൻസ്പോസോൺസ്, ഇതൊക്കെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന RNA ഇന്റർമീഡിയറ്റ് വഴിയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന RNA ഇന്റർഫറൻസിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അഗ്രോബാക്ടീരിയം വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ നെമാറ്റോഡ് സ്പെസിഫിക് ജീൻസിനെ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് DNA ഇറ്റ് പ്രൊഡ്യൂസസ് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA ഇൻ ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിൽ അത് സെൻസ് സ്ട്രാൻഡും ആൻറ്റിസെൻസ് സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ നെമാറ്റോഡിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ DNA സീക്വൻസ് ഉണ്ടാവും. ഈ DNA സീക്വൻസ് രണ്ട് DNA സീക്വൻസ്, സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന 3' 5' സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുള്ളൂ അല്ലേ. അതായത് ഒരു DNA സ്ട്രാൻഡിൽ നിന്ന്, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA സ്ട്രാൻഡിൽ നിന്ന് ഒരൊറ്റ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഈ RNA ഇൻ്റർഫറൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കിയാൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA രണ്ട് RNA ഉണ്ടാവുന്നത് നമുക്ക് കാണാം. ഈ രണ്ട് RNA എങ്ങനെയായിരിക്കും? കോംപ്ലിമെൻ്ററി ആയിരിക്കും. കാരണം എന്താ? അവരുണ്ടാക്കുന്ന രണ്ട് കോംപ്ലിമെൻ്ററി ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവും. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നിട്ട് കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും. ദാറ്റ് വിൽ ബി കട്ട് ബൈ ദ എൻസൈം ഡൈസർ. DICER എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ച് ഇതിനെ കട്ട് ചെയ്യും. ഇതിൻ്റെ ലെങ്ത്
ലെങ്ത് വന്നിട്ട് 20 ന്യൂക്ലിയോടൈഡ് ഒക്കെ നീളമുള്ള ചെറിയ സ്മോൾ ഇൻ്റർഫറൻസ് RNA ആയിരിക്കും കേട്ടോ. സ്മോൾ ഇൻ്റർഫറൻസ് RNA അല്ലെങ്കിൽ siRNA എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് സ്ട്രാൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഡൈസർ വെച്ച് ചോപ്പ് ചെയ്ത് 20 ന്യൂക്ലിയോടൈഡ് ഒക്കെ ലെങ്ത് ഉള്ള ഒരു ചെറിയ സ്ട്രാൻഡ് ഉണ്ടാകുന്നതിനാണ് സ്മോൾ ഇൻ്റർഫറൻസ് RNA അല്ലെങ്കിൽ siRNA എന്ന് പറയുന്നത്. ഇത് അൺവൈൻഡ് ചെയ്ത് 2 സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. ഒരു സ്ട്രാൻഡ് ഗൈഡ് സ്ട്രാൻഡ് ആയിട്ടും ഒരു സ്ട്രാൻഡ് പാസഞ്ചർ സ്ട്രാൻഡ് ആയിട്ടും ആക്ട് ചെയ്യും. പാസഞ്ചർ സ്ട്രാൻഡ് ഡീഗ്രേഡ് ചെയ്ത് പോകും. ആൻഡ് ഗൈഡ് സ്ട്രാൻഡ് എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് ജോയിൻ വിത്ത് ദ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. അതൊരു പ്രോട്ടീനാണ്. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സിൽ ചില കാറ്റലിറ്റിക് പ്രോട്ടീൻസും പ്രസന്റ് ആണ്. RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ഓർ റിസ്ക് പ്രോട്ടീനുമായിട്ട് ഈ പറയുന്ന ഗൈഡ് സ്ട്രാൻഡ് ജോയിൻ ചെയ്യും. ഈ ഗൈഡ് സ്ട്രാൻഡ് റിസ്ക് പ്രോട്ടീനുമായിട്ട് ജോയിൻ ചെയ്ത് ആ റിസ്ക് പ്രോട്ടീനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആ പെസ്റ്റിൻ്റെ സിംഗിൾ സ്റ്റാൻഡേർഡ് mRNAയിൽ അത് വന്ന് വൈൻഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ mRNAയിൽ അത് വന്ന് വൈൻഡ് ചെയ്യുമ്പോൾ ഈ റിസ്ക് പ്രോട്ടീനിലിരിക്കുന്ന, അതായത് റിസ്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് പ്രോട്ടീൻ ഈസ് നത്തിങ് ബട്ട് ദ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. അതിനകത്തിരിക്കുന്ന കാറ്റലിറ്റിക് പ്രോട്ടീൻ, അത് കാറ്റലിറ്റിക് കമ്പോണൻറ്റ് വന്നിട്ട് ഈ പറയുന്ന mRNA ഓഫ് ദ നെമാറ്റോഡ് ഇറ്റ് വിൽ ബി ചോപ്ഡ് ഔട്ട്. അത് ചോപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് RNA ഇൻ്റർഫറൻസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്നുണ്ടായ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA എങ്ങനെയാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള mRNAനെ വൈൻഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ടൊന്നും വരേണ്ട ആവശ്യമില്ല. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ടാകുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് RNA വന്നിട്ട് ചോപ്പ് ചെയ്ത് 20 ന്യൂക്ലിയോടൈഡ് ബേസ് പെയേഴ്സ് ലെങ്ത് ഉള്ള ചെറിയ ചെറിയ ഡബിൾ സ്റ്റാൻഡേർഡ് സീക്വൻസ് ആക്കി മാറ്റും. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് സീക്വൻസ് അൺവൈൻഡ് ചെയ്തിട്ട് അത് 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ഇതാക്കി RNA ആക്കി മാറ്റും. അതിനകത്ത് ഒന്ന് നശിച്ചു പോകും. ദാറ്റ് ഈസ് പാസഞ്ചർ സ്റ്റാൻഡ്. അനദർ വൺ ഗൈഡ് സ്റ്റാൻഡ് ആണ്. ഗൈഡ് സ്റ്റാൻഡ് വന്നിട്ട് RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് റിസ്ക് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഈ റിസ്ക് പ്രോട്ടീനെ അത് വലിച്ച് mRNAയുടെ നെമാറ്റോഡിൻ്റെ mRNAയുടെ അടുത്തേക്ക് അടുപ്പിക്കും. അവിടെ കൊണ്ടുപോയിട്ട് mRNA ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ mRNA അതിനെ ഈ റിസ്ക് പ്രോട്ടീനുള്ള കാറ്റലിറ്റിക് ആക്ടിവിറ്റി അതിനെ ചോപ്പ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഈ സീക്വൻസ് വർക്ക് ചെയ്യുന്ന യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ. ആ സെയിം ജീനിനെ അല്ലെങ്കിൽ ആ സെയിം DNA നമ്മൾ എടുത്തിട്ട് നേരെ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സെയിം ആക്ടിവിറ്റി ഇറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് വെൻ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ നെമാറ്റോഡായിട്ട് കോൺടാക്ട് വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിക്കോളും. ദിസ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ബയോ. ഇനി നമുക്ക് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിനൽ ഫീൽഡിൽ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ എത്ര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് നോക്കാം. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ വന്നതോടുകൂടി അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോടുകൂടി സേഫ് ആൻഡ് മോർ എഫക്റ്റീവ് തെറാപ്യൂട്ടിക് ഡ്രഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതായത് അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത, നോൺ ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഹ്യൂമൻ ജീനിനെ കൊടുത്ത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വഴി നമുക്ക് ഡ്രഗ്സും അതേപോലെ തന്നെ ഹെൽത്ത് കെയറിന് വേണ്ട മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ആ ക്വാളിറ്റിയും അതേപോലെ തന്നെ അൺവാണ്ടഡ് ക്വാണ്ടിറ്റി ഇമ്പ്രൂവ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഒക്കെ കുറയുകയും ചെയ്തു. ഓക്കെ, ഏകദേശം 30 റീകോമ്പിനൻ്റ് തെറാപ്യൂട്ടിക്സ് ഇതുവരെ വേൾഡ് വൈഡ് അപ്രൂവ് ചെയ്തതുണ്ട്. ഇന്ത്യയിൽ അതിനകത്ത് ഒരു 12 എണ്ണം യൂസ് ചെയ്യുന്നതുമുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഒന്ന് നോക്കാം. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. നമുക്കറിയാം ഡയബറ്റിക് പേഷ്യൻസ് അവർ റെഗുലറായിട്ട് എടുക്കുന്ന ഒരു മെഡിസിനാണ് ഇൻസുലിൻ അല്ലേ. പണ്ട് കാലങ്ങളിലൊക്കെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ നോൺ ഹ്യൂമൻ സോഴ്സായ കൗ, പിഗ് ഇതിൻ്റെയൊക്കെ പാൻക്രിയാസിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇൻസുലിൻ. പക്ഷേ അതൊക്കെ കുറച്ച് ചില ആളുകളിലൊക്കെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ്, അതായത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കണ്ടുപിടിച്ചത് ഈ ഹ്യൂമൻ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ പാൻക്രിയാസിൻ്റെ സെൽസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുകയും ആ ജീനിനെ നമ്മൾ എസ്ക്രീഷ്യ കൊലൈ പോലത്തെ ഓർഗാനിസത്തിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വഴി ഇൻസേർട്ട് ചെയ്ത് എസ്ക്രീഷ്യ കൊലൈനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് നമ്മൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി മേക്ക് ദിസ് ഹ്യൂമൻ ഇൻസുലിൻ ഇറ്റ്സെൽഫ്. ഹ്യൂമൻ ഇൻസുലിൻ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇതത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോ ഹോർമോൺ ആയിട്ടാണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനേഷ്യസ് ഹോർമോണാണ്. അത് നോൺ ഫങ്ഷണൽ ഹോർമോൺ ആയിട്ടാണ് അത് ആദ്യം സിന്തസൈസ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ദിസ് ഇൻസുലിൻ ഗെറ്റ് മെച്യൂർ. അപ്പോൾ ഈ പ്രോ ഹോർമോൺ ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന ഇൻസുലിൻ
ഇൻസുലിൻ ഒരു പ്രത്യേകതയുണ്ട്. പ്രോ ഹോർമോണായിട്ട് സിന്തസൈസ് ചെയ്യുന്ന ഇൻസുലിന് 3 ഡിഫറെൻറ്റ് ടൈപ്പ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അത് ഒരു എ പെപ്റ്റൈഡ് ഉണ്ട്, ഒരു ബി പെപ്റ്റൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സി പെപ്റ്റൈഡും ഉണ്ട്. ഇതിന് 3 പോളിപെപ്റ്റൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 ജീനാണ്. അപ്പോൾ ഈ 3 ജീന് ഒരുമിച്ചാണ് എക്സ്പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോ ഇൻസുലിൻ സിന്തസൈസ് ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റിയുടെ സമയത്ത് പ്രോ ഇൻസുലിൻ സി പെപ്റ്റൈഡിനെ റിമൂവ് ചെയ്ത് എ ആൻഡ് ബി പെപ്റ്റൈഡ് മാത്രം ആവുകയും എ ബി പെപ്റ്റൈഡിൻ്റെ ഇടയ്ക്ക് ഡൈസൾഫൈഡ് ലിങ്കേജ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മെച്യൂർ ഇൻസുലിനായിട്ട് മാറുന്നത്. ഫ്രീ സി പെപ്റ്റൈഡ് റിമൂവ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ ഈ പറയുന്ന ഇൻസുലിനെ എസ്ക്രീഷ്യ കൊളൈന്ന് സിന്തസൈസ് ചെയ്യിപ്പിക്കണമെങ്കിൽ വി ഹാവ് ടു സിന്തസൈസ് ദീസ് 3 ടുഗദർ ആൻഡ് വി ഹാവ് ടു ഡു ദ മെച്ചുറേഷൻ പ്രോസസ്സ്. അതത്ര ഈസി ആയിരുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ 1983 എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് 2 DNA സീക്വൻസ് വിച്ച് വാസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദ എ ആൻഡ് ബി പോളിപെപ്റ്റൈഡ്, എ പോളിപെപ്റ്റൈഡും ബി പോളിപെപ്റ്റൈഡും സിന്തസൈസ് ചെയ്യുന്ന ഈ 2 DNA സീക്വൻസ്, ഇത് രണ്ടും ഈ എ പോളിപെപ്റ്റൈഡും ബി പോളിപെപ്റ്റൈഡും സിന്തസൈസ് ചെയ്യുന്ന 2 DNA സീക്വൻസിനെ കട്ട് ചെയ്ത് ദാറ്റ് വാസ് റീകമ്പൈൻഡ് ഇൻ ടു എ പ്ലാസ്മിഡ് വെക്ടർ ആൻഡ് ദാറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ടു 2 ഡിഫറെൻറ്റ് എസ്ക്രീഷ്യ കൊളൈ, 2 എസ്ക്രീഷ്യ കൊളയിലേക്ക്, അതായത് 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് എസ്ക്രീഷ്യ കൊളയിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഓരോ എസ്ക്രീഷ്യ കൊളൈനെ ആ ജീനിൻ്റെ എക്സ്പ്രഷന് വേണ്ട ഫേവറബിൾ കണ്ടീഷൻ കൊടുക്കുകയും കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഈ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും സിന്തസൈസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഹ്യൂമൻ ഇൻസുലിൻ, മെച്യൂർ ഹ്യൂമൻ ഇൻസുലിനെ when they made the 2 disulfide bond in between A and B chain ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് ഒരു മെച്യൂർ ഇൻസുലിനെ അവർ സിന്തസൈസ് ചെയ്തത്. അപ്പോൾ അവിടെ ആ മെച്ചുറേഷൻ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ദേ കുഡ് ഓവർകം ദിസ് വൺ ആൻഡ് ദേ മെയ്ഡ് ഡൈസൾഫൈഡ് ബോണ്ട് ഇൻ ബിറ്റ്വീൻ ദ എ ആൻഡ് ബി പോളിപെപ്റ്റൈഡ് ചെയിൻ ആൻഡ് ദേ കുഡ് ഗെറ്റ് എ ഫങ്ഷണൽ ഇൻസുലിൻ. ഓക്കെ, ഹ്യൂമൻ ഇൻസുലിന് പറയുന്ന ഒരു പേരാണ് ഹ്യൂമുലിൻ. ഓക്കെ, ഹ്യൂമുലിൻ എന്ന് പറയുന്ന ഹ്യൂമൻ ഇൻസുലിൻ പറയുന്ന വേറൊരു പേരാണ് കേട്ടോ. അപ്പോൾ ഇൻസുലിൻ്റെ സിന്തസിസ് വൈഡായിട്ട് എസ്ക്രീഷ്യ കൊളൈ വഴി ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദർ വാസ് നോ എനി ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഫ്രം ദ ഹോസ്റ്റ് ഓർഗാനിസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ DNA തന്നെയാണ് ഈ ഇൻസുലിൻ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇത് ലാർജ് സ്കെയിലിൽ സിന്തസൈസ് ചെയ്യാനും സാധിച്ചു എസ്ക്രീഷ്യ കൊളയിൽ ബയോ റിയാക്ടറിൽ ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ഇനി ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ആള് അത് ഹെറിഡിറ്ററി ഡിസീസോട് കൂടി ജനിച്ച ഒരാൾക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും. ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് ജീൻ തെറാപ്പി വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഡിസോർഡേർഡ് ആയിട്ടുള്ള ഭാഗം റിമൂവ് ചെയ്ത് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഗീവ് ദ ട്രീറ്റ്മെൻറ്റ് ടു ദിസ് പർട്ടിക്കുലർ ഡിസോർഡർ. പക്ഷേ ഇവിടെ ഈ കേസിൽ ജനറ്റിക് ജീൻ തെറാപ്പി ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ ദ ഏർലി എംബ്രിയോണിക് സ്റ്റേജ്. അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ജീൻസ് ഒരാളുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അതുപോലെ ആ ടിഷ്യൂവിൽ ആ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ജീൻ എടുത്ത് ഇൻസേർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി ആദ്യമായിട്ട് ചെയ്തത് 1990 4 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിലാണ്. അഡിനോസിൻ ഡിയാമിനേസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന എൻസൈം ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിൽ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എൻസൈമാണ്. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസോർഡറാണ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡർ, സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസോർഡർ, സ്കിഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റുന്നത് വെച്ചാൽ എന്ത് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം അവരുടെ ബോഡിയിൽ കാണിക്കണോ അത് വളരെ ലാഗ് ചെയ്യും. ചിലപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസസും എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സും, അതായത് അവരുടെ ബോഡിയിലേക്ക് എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നാലും അതൊക്കെ വല്ലാതെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതൊരു ഫെയ്റ്റൽ ആയിട്ടുള്ള ഡിസോർഡറാണ്. അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ചിൽഡ്രൻ്റെ കേസിൽ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം, ചിലരിൽ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ചെയ്യാം.
അതായത് ഫങ്ഷണൽ അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം ആ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചക്ഷൻ വഴി കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. അത് ഈ രണ്ട് മെത്തേഡും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല കേട്ടോ. പക്ഷേ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നതാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി ലിംഫോസൈറ്റ്സ്, അതായത് ലിംഫോസൈറ്റ്സിൽ നിന്നാണ് ഈ പറയുന്ന അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുടെ ലിംഫോസൈറ്റ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ബ്ലഡിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം അത് കൾച്ചർ മീഡിയയിൽ വളർത്തി ഒരു കോംപ്ലിമെൻ്ററി DNA ഫോർ ദ അഡിനോസിൻ ഡിയാമിനേസ് ജീൻ. കോംപ്ലിമെൻ്ററി DNA എന്ന് പറഞ്ഞാൽ ദ DNA വിച്ച് ഈസ് ഏബിൾ ടു സിന്തസൈസ് ദ അഡിനോസിൻ ഡിയാമിനേസ്. അതിനകത്ത് ഇൻട്രോൺ സീക്വൻസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞുതരാം. ഇത് പാരഗ്രാഫ് കഴിയിട്ടപ്പോൾ ഞാൻ പറയട്ടെ എന്താണ് കോംപ്ലിമെൻ്ററി DNA എന്ന്. അപ്പോൾ ഫങ്ഷണൽ അഡിനോസിൻ ഡിയാമിനേസ് റെപ്രസെൻറ്റിംഗ് ജീന് വൈറൽ വെക്ടർ വഴി ആ ലിംഫോസൈറ്റിലേക്ക് കൊടുത്ത് അത് വീണ്ടും ആ ലിംഫോസൈറ്റിനെ അവരുടെ ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലിംഫോസൈറ്റ് അഡിനോസിൻ ഡിയാമിനേസിൻ്റെ എക്സ്പ്രഷൻ കാണിക്കും. പക്ഷേ അതെങ്ങനെയായിരിക്കും? ഈ ലിംഫോസൈറ്റ് എന്നൊക്കെ പറയുന്ന ഇമ്മ്യൂൺ സെൽസ് ആണ്. പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകും. അതിന് ഒരുപാട് ആയുസില്ല. അതുകൊണ്ട് തന്നെ എന്താവും, ആ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ്സ് അതിൻ്റെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പീരിയോഡിക് ഇൻഫ്യൂഷൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെയും നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ബോൺ മാരോ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മാരോ സെല്ല് എടുത്തിട്ട് അതിനകത്തേക്ക് അഡിനോസിൻ ഡിയാമിനേസ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ക്യൂർ കിട്ടാൻ പറ്റും. അപ്പോൾ ജീൻ തെറാപ്പി ഒന്നുപോലെ വലുതായി കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ല. പക്ഷേ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ഈ മാരോ സെൽസ് വിച്ച് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് ദീസ് ബ്ലഡ് സെൽസ് ഇഫ് വി ആർ ഏബിൾ ടു ഇൻട്രൊഡ്യൂസ് ദീസ് പർട്ടിക്കുലർ ജീൻ, അവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ക്യൂറും കിട്ടും. ഇനി എന്താണ് കോംപ്ലിമെൻ്ററി DNA എന്നറിയോ? നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ബോഡിയിൽ കാണാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ കാണുന്നത് mRNA മീഡിയേറ്റഡ് പ്രോസസ്സാണ് അല്ലേ? ആ mRNA മീഡിയേറ്റഡ് പ്രോസസ്സാണ് പ്രോട്ടീൻ എക്സ്പ്രഷൻ. അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ എക്സ്പ്രഷന് മുമ്പ് DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഒരു mRNA ഉണ്ടാകുന്നുണ്ട്. ഈ mRNA നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കോംപ്ലിമെൻ്ററി DNA ആക്കി മാറ്റാം. ആ കോംപ്ലിമെൻ്ററി DNA നമുക്ക് റീകോമ്പിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? mRNA ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത് അത്. അപ്പോൾ അതിന് ഇൻട്രോൺ സീക്വൻസ് ഒക്കെ കാണും. ഈ പറയുന്ന അഡിനോസിൻ ഡിയാമിനേസ് എൻസൈം കോഡ് ചെയ്യുന്ന ജീനിൻ്റെ ഇടയിൽ കൂടെ ഇൻട്രോൺ സീക്വൻസ് ആണ്. ആ ഇൻട്രോൺ സീക്വൻസിനെ മുഴുവൻ റിമൂവ് ചെയ്യും. mRNA ഉണ്ടാകുന്ന സമയത്ത് സ്പ്ലൈസിങ് മെക്കാനിസം വഴി HNRNA mRNA ആയി മാറുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സോൺ സീക്വൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജങ്ക് ജീൻസിനെ ചുമ്മാ റീകോമ്പിനൻറ്റ് DNA വഴി അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ലിംഫോസൈറ്റ്സിനെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജങ്ക് DNA ഇൻട്രോൺ സീക്വൻസിനെ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട. വി ക്യാൻ ജസ്റ്റ് ഇൻസേർട്ട് ദ mRNA വിച്ച് ഈസ് mRNA ഫ്രം വെയർ വിച്ച് വി ഹാവ് മെയ്ഡ് എ കോംപ്ലിമെൻ്ററി DNA. കോംപ്ലിമെൻ്ററി DNA mRNA എന്ന് സിന്തസൈസ് ചെയ്തതിനെ ഡയറക്റ്റ് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദിസ് കേസ് ദ ജീൻ തെറാപ്പി ഇറ്റ് ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ. ജനറ്റിക് ഡിസോർഡർ ഉള്ള ആ ജീനിനെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു ജീനിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജീൻ തെറാപ്പി എഫക്റ്റീവായിട്ട് കാണുന്നത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സമയത്ത് ഏർലി എംബ്രിയോയിൽ ജീൻ തെറാപ്പി ചെയ്യുമ്പോഴാണ്. ഇനി ബയോടെക്നോളജിയുടെ വേറൊരു ആപ്ലിക്കേഷനാണ് മോളിക്കുലാർ ഡയഗ്നോസിസ്. മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ് ഓഫ് സർട്ടൻ ഡിസീസസ്. നമുക്കറിയാം പത്തോഫിസിയോളജി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ്. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ അത് പത്തോജനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സെറോളജിക്കൽ ടെസ്റ്റും യൂറിൻ അനാലിസിസും ഒക്കെയാണ്. സിറം യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിൻ അനാലിസിസ് ഡയറക്റ്റ് നമുക്ക് ബാക്ടീരിയ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതേപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് യൂറിൻ വഴി എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് യൂറിൻ അനാലിസിസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. അതായത് ആ അസുഖം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഡിസീസ് ഭേദമാക്കാം. പക്ഷേ അത് അത്രയും നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് വേറെ ഈ ബയോടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോട് കൂടിയാണ്, റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോട് കൂടിയാണ് ഈ ഒരു എന്താ പറയുക ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീകോമ്പിനൻ്റ് DNA ടെക്നോളജി പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേ,
ഈ ടെക്നിക്കൊക്കെയാണ് നമ്മൾ ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്ടീരിയയുടെയോ വൈറസസിൻ്റെയോ പ്രസൻസ് നോർമലി ഇപ്പോൾ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പാത്തോജൻ നമ്മൾ എന്താ പറയുക ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് സിംറ്റംസ് കാണിച്ചു കൊടുക്കുള്ളൂ. സിംറ്റംസ് കാണിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴത്തേക്ക് അവർ ആർമി ഓഫ് ബാക്ടീരിയ ഓർ വൈറസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്ക് അതിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഉള്ള സമയത്ത് നമ്മളതിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. അതിനുള്ളൊരു മെത്തേഡാണ് PCR റിയാക്ഷൻ. PCR റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇപ്പോൾ ഒരു DNA അത് ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ DNAയോ RNAയോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇഫ് വി ആർ അപ്ലൈയിങ് ദ PCR റിയാക്ഷൻ ബൈ കൺസ്ട്രക്ടിങ് എ പ്രൈമർ ഫോർ ദ എലോങ്ങേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പാത്തോജനിക് ഓർഗാനിസംസ് DNA ഓർ RNA, അപ്പോൾ ആ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ DNAയുടെ അനുയോജ്യമായ പ്രൈമർ ഡിസൈൻ ചെയ്ത് നമ്മൾ അതിൻ്റെ എലോങ്ങേഷൻ ചെയ്യിപ്പിച്ചാൽ അങ്ങനെ അതേ തരത്തിലൊരു DNA നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ഇറ്റ് വിൽ മേക്ക് ആംപ്ലിഫൈഡ് കോപ്പീസ് ഓഫ് ദിസ് DNA. അതിൻ്റെ ആ പത്തോജനിക് DNAയുടെ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാം. അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലോ ഒരൊറ്റ DNA പോലും കാണില്ല. കാരണം ആംപ്ലിഫിക്കേഷൻ ഇറ്റ് വിൽ നോട്ട് ബി ഡൺ ബിക്കോസ് ആ പ്രൈമറിന് മാച്ച് ചെയ്യുന്ന ഒരൊറ്റ DNA അവിടെ ഉണ്ടായിരുന്നില്ല. പ്രൈമർ ബൈൻഡ് ചെയ്തില്ല, ടാഗ് പോളിമറൈസ് അത് എക്സ്റ്റെൻഡും ചെയ്തില്ല. അപ്പോൾ PCR reaction that is used for the detection even if one DNA is present that can be amplified by using the PCR technique, and then the amplified DNA it is easily we can easily identify. ഇനി നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് റേഡിയോആക്റ്റീവ് മോളിക്യൂൾ പ്രോബ് വെച്ച് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാൻസർ പോലത്തെ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീൻസിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം ഒരു റെഗുലേറ്ററി സീക്വൻസ് ഓഫ് എ പർട്ടിക്കുലർ DNA അല്ലെങ്കിൽ ഒരു ജീനിൻ്റെ റെഗുലേറ്ററി സീക്വൻസ് നമുക്കറിയാം. ആ റെഗുലേറ്ററി സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പ്രോബിനെ നമ്മൾ റേഡിയോ ആക്റ്റീവ്ലി ലേബൽ ചെയ്തതിന് ശേഷം നമുക്ക് സംശയം തോന്നുന്ന ഭാഗത്ത്, അതായത് അവിടെ റെഗുലേറ്ററി കപ്പാസിറ്റി ലോസ് ആയി എന്ന സംശയം തോന്നുന്ന ആ ഭാഗത്ത് നമ്മൾ ആ DNA ഐസൊലേറ്റ് ചെയ്തതിന് ശേഷം DNA ഡീനേച്ചർ ചെയ്ത് ഈ റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് പ്രോബ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ സംഭവിച്ച DNA ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് പ്രോബ് അവിടെ പറ്റിപ്പിടിക്കില്ല. അത് മ്യൂട്ടേഷൻ സംഭവിക്കാത്ത DNA ആണെങ്കിൽ റേഡിയോ ആക്റ്റീവ്ലി ലേബൽഡ് പ്രോബ് അവിടെ കറക്റ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ വെൻ വി ഒബ്സർവ് ഫോർ ദ ഓട്ടോ റേഡിയോഗ്രാഫി നോർമൽ ജീൻ ആണെങ്കിൽ അത് ഓട്ടോ റേഡിയോഗ്രാഫി കാണിക്കുകയും നോർമൽ ജീൻ അല്ലെങ്കിൽ അത് ക്യാൻസറസ് ആയി മാറി അല്ലെങ്കിൽ റെഗുലേറ്ററി സീക്വൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് റേഡിയോ ആക്ടിവിറ്റി കാണിക്കാതിരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ യൂസ്ഡ് ആസ് എ പ്രോബ് ദാറ്റ് ടെക്നിക് ഓൾസോ ക്യാൻ ബി ഡൺ. അതും ബയോടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റോട് കൂടി വന്നതാണ് മ്യൂട്ടേറ്റഡ് ജീനിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എലൈസ എന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസേയാണ്. അവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. ഇവിടെ എലൈസ ടെക്നിക്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ആൻറ്റിജൻ കോട്ടഡ് വെല്ലാണ്. ആൻറ്റിജൻ കോട്ടഡ് വെല്ലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ സിറം സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഒരു HIV പേഷ്യൻ്റ് ആണെന്നിരിക്കട്ടെ, HIV പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് സം ആൻറ്റിബോഡി. ആ ആൻറ്റിബോഡി HIV വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ HIV ആൻറ്റിജൻ ഓൾറെഡി അതിനകത്ത് കോട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സിറം ഒഴിക്കുമ്പോൾ ആൻറ്റിജന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റിബോഡി ഓട്ടോമാറ്റിക്കലി അവിടെ പോയി ബൈൻഡ് ചെയ്യും. ആൻറ്റിജന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആൻറ്റിബോഡി അവിടെ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് വെല്ലിനെ നമ്മൾ കുറേ വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കിയാൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉള്ളതൊന്നും കഴുകി പോവില്ല, അതൊക്കെ അവിടെ തന്നെ ഇരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് വെൻ വി ആഡ് സം എൻസൈം, ഈ എൻസൈം വന്നിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിന് കോംപ്ലിമെൻ്ററി ആണ്, പക്ഷേ അതൊരിക്കലും ആൻറ്റിജന് കോംപ്ലിമെൻ്ററി അല്ല. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആ എൻസൈം വന്നിട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നെക്സ്റ്റ് വാഷ് കൊടുക്കുമ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്ന വെൽസ് ഒന്നും എൻസൈമിനെ വാഷ് ചെയ്ത് കളയില്ല. ആൻറ്റിജൻ മാത്രമുള്ള വെല്ലിൽ നിന്ന് എൻസൈം വാഷായി പോകും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ആർ ഗിവിങ്, ഈ വാഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. ആ സബ്സ്ട്രേറ്റ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു എൻസൈമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടായിട്ടുള്ള എൻസൈം അറ്റാച്ച് ആയിട്ടുള്ള ആ ടെസ്റ്റ് ട്യൂബിനകത്ത് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറിയും അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചാണ് ഉണ്ടാവുന്നതെങ്കിലും കളർ ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലി ഡയഗ്നോസിസ്. അതായത്
ഒത്തിരി ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ബൈ ദ എലൈസ ടെക്നിക്. ഇനി ഞാനിവിടെ വാഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാഷിങ്ങിനൊക്കെ മുമ്പ് ഇൻക്യുബേഷൻ ടൈം ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ആൻറ്റിജനോ ആൻറ്റിബോഡിയും കൂടെ ബൈൻഡ് ചെയ്യുന്ന, കുറച്ച് നേരം കൂടി ഇൻക്യുബേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഈ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻസൈം ആഡ് ചെയ്തതിന് ശേഷം സബ്സ്ട്രേറ്റ് ഇട്ടിട്ട് കുറച്ച് സമയം കൊടുക്കും സബ്സ്ട്രേറ്റിനെ എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഇൻക്യുബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞിട്ടാണ് എലൈസ കംപ്ലീറ്റ് അതിന് റിസൾട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എലൈസ ടെക്നിക്കിന് കൊടുത്തു കഴിഞ്ഞാൽ, എലൈസ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആഫ്റ്റർ 1 day or 2 days they are giving the report. Okay. 2 days ഒന്നും വേണ്ട കേട്ടോ. രാവിലെ വെച്ചാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചാൽ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എലൈസ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാം. പക്ഷേ സ്റ്റിൽ ദേ വിൽ ടേക്ക് 1 day ബിക്കോസ് എങ്ങാനും എന്തെങ്കിലും ഒരു ഫെയിലിയറൊക്കെ ആ ചെയ്യുന്ന ടെസ്റ്റിൽ വന്നാൽ ഒരു റിപ്പീറ്റഡ് ടൈമും കൂടി അവർ ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസേ എന്ന് പറയാനുള്ള കാരണം എൻസൈം അതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി ദിസ് ഈസ് ഓൾ അബൌട്ട് ദ മോളിക്കുലർ ഡയഗ്നോസിസ്, ദാറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി. ഇനി ട്രാൻസ്ജനിക് ആനിമൽസ്, അതായത് DNA മാനിപ്പുലേറ്റ് ചെയ്ത ചില ഓർഗാനിസംസ്, അതിനെ ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ആനിമൽസ് ആണ് ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുന്നത്. ട്രാൻസ്ജനിക് റാറ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിഗ് ഉണ്ട്, ഷീപ്പ് ഉണ്ട്, കൗ, ഫിഷ്, ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് 95% ട്രാൻസ്ജനിക് ആനിമൽസ് മൈസ് ആണ് കേട്ടോ. ഈ എന്തിനു വേണ്ടിയിട്ടാണ് ആനിമൽസിനെ ട്രാൻസ്ജനിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രാൻസ്ജനിക് ആയിട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ അവർക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസ്ജനിക് ആനിമൽസിൽ അത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്ന ചില ട്രാൻസ്ജനിക് ആനിമൽസിൽ ജീൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നും, അതേപോലെ ഒരു കോമ്പൗണ്ടിൻ്റെ നോർമൽ ഫങ്ഷൻ, ബോഡിയിലുള്ള നോർമൽ ഫങ്ഷൻ എങ്ങനെയാണെന്ന് അറിയാനൊക്കെ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജനിക് ആനിമൽസിനെ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അപ്പോൾ ഏത് രീതിയിലായിരിക്കും? ഹൗ ജീൻസ് ആർ റെഗുലേറ്റഡ്. അപ്പോൾ ആ ജീൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലൊരു മെക്കാനിസം കൊടുക്കുന്ന രീതിയിലായിരിക്കും അവിടെ ട്രാൻസ്ജനിക് ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് സച്ച് ആസ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ സൊമാറ്റോമെഡിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ലിവറിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന, ഇത് ആക്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു മൈസിനെ ജീൻ ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ജനിക് ആക്കി മാറ്റും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സീ ദിസ് എക്സ്പ്രഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ജീൻ പ്രോഡക്റ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗാനിസം. ആ ഓർഗാനിസത്തിൽ അതിൻ്റെ ജീനിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെയാണ്, ഏത് ഏജിലാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദീസ് ഓൾ തിങ്സ് വി ക്യാൻ സ്റ്റഡി in the transgenic animal. That is nothing but the normal physiology and development can be studied in a transgenic animal. ഇനി ഡിസീസസ് സ്റ്റഡി ചെയ്യാൻ പറ്റും ട്രാൻസ്ജനിക് ആനിമൽസിൽ. അതായത് എങ്ങനെയാണ് ഒരു ജീൻ ഡിസീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ഒരു ജനറ്റിക് ഡിസോർഡർ ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഹ്യൂമൻ ഡിസീസസിൻ്റെ എന്താ പറയുക, ഹ്യൂമൻ ഡിസീസിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള മോഡൽ ട്രാൻസ്ജനിക് ഓർഗാനിസത്തിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് സ്റ്റഡി ചെയ്യുന്നത് ഇന്ന് നമ്മൾ അതിന് അതേപോലത്തെ ഓർഗാനിസം, അതായത് ട്രാൻസ്ജനിക് ആനിമൽസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ക്യാൻസർ, സിസ്റ്റിക് ഫിബ്രോസിസ്, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾസീമേഴ്സ് ഡിസീസ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ബയോളജിക്കൽ പ്രോഡക്ട്സിനെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹ്യൂമൻ ബീങ്സിന് ഉപകാരപ്പെടുന്ന ബയോളജിക്കൽ പ്രോഡക്ട്സ്, മെഡിസിൻസ്, അതേപോലെ ചില ബയോളജിക്കൽ പ്രോഡക്റ്റ് ലൈക്ക് എന്താണ് ചില പ്രോട്ടീൻസ്, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനത്തെ കേസിൽ ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള പോർഷൻ ഓഫ് DNA, അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ജീനെ നമ്മൾ ബാക്ടീരിയയിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എനോർമസ് ക്വാണ്ടിറ്റി. അതേപോലെ അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആ ഒരു ജീനിനെ ബാക്ടീരിയയിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇൻസുലിൻ ബാക്ടീരിയയ്ക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ അതൊരു എക്സാമ്പിളാണ്. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എംഫിസീമേനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എംഫിസീമ ഉണ്ടാക്കുന്ന ഒരു ഡെഫിഷ്യൻസി ഓഫ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ, അത് എംഫിസീമ
ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ട്രാൻസ്ജനിക് ആനിമൽസ് എങ്ങനെ അതിനകത്തുനിന്ന് പുതിയ എന്താണ് ഇതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഫീനൈൽ കീറ്റോന്യൂറിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം സിന്തസൈസ് ചെയ്യുക. അതുപോലെ സിസ്റ്റിക് ഫിബ്രോസിസിൻ്റെ കേസിൽ ട്രാൻസ് മെംബ്രെയിൻ കണ്ടക്റ്റൻസ് റെഗുലേറ്റർ പ്രോട്ടീനാണ്. അപ്പോൾ ട്രാൻസ് മെംബ്രെയിൻ കണ്ടക്റ്റൻസ് റെഗുലേറ്റർ പ്രോട്ടീന് നമുക്ക് അത് ക്രോമസോം നമ്പർ 7 ഇരിക്കുന്ന ഒരു ജീനാണ് ഇതിനെ എൻകോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്ജനിക് ആനിമലിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ എന്ന് പറയുന്ന 1997 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ഓഫ് പ്രൊഡ്യൂസിങ് ദ മിൽക്ക് വിത്ത് പ്രോട്ടീൻ എൻറിച്ച്ഡ് ലൈക്ക് 2.4 gram per liter ഓഫ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജനിക് കൗവിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോരോ അച്ചീവ്മെൻ്റാണ്. ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നത്. വാക്സിൻ സേഫ്റ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വാക്സിൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമൻ ബീങ്സിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൻ്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് എന്താ പറയുക വാക്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ട്രാൻസ്ജനിക് ആനിമലിനെ ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം നമ്മൾ ഈ വാക്സിൻ കൊടുത്ത് എന്ത് ചേഞ്ചാണ് ആ ഓർഗാനിസത്തിൽ വരുന്നത് എന്ന് സ്റ്റഡി ചെയ്ത് അത് ഒരു നോൺ പോയിസണസ് കണ്ടീഷനിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഡോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, നമ്മൾ ഡ്രഗ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ കെമിക്കലും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടോക്സിക് സബ്സ്റ്റൻസും അതിൻ്റെ ടോക്സിസിറ്റി ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമുക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ, അതിന് എക്സാമ്പിൾ നമ്മൾ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഫുഡ് കളേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ എത്രമാത്രം വരാം എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് വി ക്യാൻ ഡു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ജനിക് ആനിമൽസ്. അവിടെ ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ പറയുന്ന ടോക്സിസിറ്റി ഉള്ള കോമ്പൗണ്ട്സിന് കൂടുതൽ സെൻസിറ്റീവായ ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ആർ ടെസ്റ്റിംഗ് ദ ടോക്സിസിറ്റി ലെവൽ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ജനിക് ഓർഗാനിസം. ഇതൊക്കെയാണ് ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ ഉപയോഗങ്ങൾ. ബയോടെക്നോളജി ഫീൽഡിൽ ഡെവലപ്പ് ചെയ്ത ട്രാൻസ്ജനിക് ആനിമൽസിൻ്റെ ഉപയോഗങ്ങൾ ഹ്യൂമൻ ബീങ്സിൽ കേട്ടോ. ഇനി എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇതിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിവിടെ ട്രാൻസ്ജനിക് ആനിമൽസിനെ ഉണ്ടാക്കുന്നതൊക്കെ കാര്യം പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടം പോലെ ട്രാൻസ്ജനിക് ആനിമൽസ് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ it may go beyond the morality ആൻഡ് ഓരോ ഓർഗാനിസത്തിനും ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചില റിസൾട്ട് തരാനും അത് ഹ്യൂമൻ ബീങ്സിന് തന്നെ ഒരു ത്രെറ്റായി മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇറ്റ് ഹാസ് സെറ്റ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ആണ് ഏതൊരു റിസർച്ചിനും ഓത്തറൈസേഷൻ കൊടുക്കുന്നത്. അത് എന്താ പറയുക, ദ വാലിഡിറ്റി ഓഫ് genetic modification research and safety of introducing genetic modified organism for public service, ഇതിനൊക്കെ അതോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന ഈ പറയുന്ന GEAC ആണ്. ഓക്കെ, ഇനി മോഡിഫിക്കേഷൻ ഓർ യൂസേജ് ഓഫ് ലിവിങ് ഓർഗാനിസം ഫോർ പബ്ലിക് സർവീസ് ആൻഡ് മെഡിസിൻ റിസോഴ്സസ് ഇറ്റ് ഓൾസോ ക്രിയേറ്റഡ് പ്രോബ്ലം വിത്ത് പേറ്റൻറ്റ് ഇഷ്യൂസ്. പേറ്റൻറ്റ് ഗ്രാൻഡഡ് ഫോർ ദ സെയിം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഔഷധം നമ്മൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു ഡ്രഗ് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന് പേറ്റൻസ് കിട്ടണം. അതായത് നമ്മളാണത് കണ്ടുപിടിച്ചത്, നമുക്ക് മാത്രമാണത് സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളൂ. അതിനാണ് പേറ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ആ പേറ്റൻസി കൊടുക്കുന്നത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇന്ന് പബ്ലിക് ആങ്കറിന് തന്നെ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പേറ്റൻസി. ചില കമ്പനീസ് ദേ ആർ ഗ്രാൻഡഡ് പേറ്റൻസി ഫോർ ദ പ്രോഡക്റ്റ് വിച്ച് വാസ് സ്റ്റീൽഡ് ഫ്രം അതർ ഏരിയാസ്. അതായത് ഇപ്പോൾ ചില മൾട്ടിനാഷണൽ കമ്പനീസിന് എന്താ പറയുക, അവർക്ക് കൂടുതൽ കേപ്പബിലിറ്റി ഉണ്ടാവും. നമ്മളെക്കാൾ ഒരുപാട് ടെക്നിക്കൽ റിസോഴ്സസ് കൂടുതലുള്ള ആളുകളായിരിക്കാം അവർ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസിനെ അവർ ടെക്നോളജീസ് വെച്ചിട്ട് ഒരു ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റി അവർക്ക് അതിനെ പേറ്റൻസി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. സോ ദാറ്റ് മെയ്ഡ് ആംഗ്രി ഇൻ ദ കോമൺ മാൻ.
സാധാരണ മനുഷ്യനിൽ ദേഷ്യം വരും. കാരണം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗിനകത്ത് ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് പ്രകാരം നമ്മളത് മെഡിസിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും അല്ലേ. അതേപോലെ തന്നെ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രോപ്പ് വെറൈറ്റി തന്നെയാണ്. ഏഷ്യൻ അഗ്രികൾച്ചർ ഹിസ്റ്ററിയിൽ ഒരു എന്താ പറയുക, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് മുതൽ റൈസിൻ്റെ കൾട്ടിവേഷൻ ഉള്ളതാണ്. ഏകദേശം 2 ലക്ഷത്തോളം വെറൈറ്റി റൈസ് ഇന്ത്യയിൽ മാത്രമായിട്ടുണ്ട്. അതിനകത്ത് തന്നെ 27 വെറൈറ്റി ബസ്മതി റൈസ്, ഗുഡ് അരോമയുള്ള ബസ്മതി റൈസും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന റൈസിനെ പറ്റിയിട്ട് ഏൻഷ്യൻ ടെക്സ്റ്റിൽ പോലും റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല ഈ ബസ്മതി റൈസിനെ പറ്റിയിട്ട്. പക്ഷേ 1997 അമേരിക്കൻ കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിൽ നിന്ന് അവരൊരു ബസ്മതി റൈസിന് പേറ്റൻസി എടുത്തു. എന്താ അവർ ചെയ്തതെന്നറിയോ? ഇന്ത്യൻ ഫാർമേഴ്സ് ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ ഫാർമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബസ്മതി റൈസിനെ ചുമ്മാ കൊണ്ടുപോയി ഒരു ഡ്വാഫ് വെറൈറ്റി ഓഫ് റൈസ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്ത് ദേ മെയ്ഡ് എ ബസ്മതി റൈസ് വിത്ത് ദ സെയിം ക്വാളിറ്റി. നമ്മുടെ നാട്ടിൽ വളർത്തിയ സെയിം ക്വാളിറ്റിയോട് കൂടിയുള്ള ബസ്മതി റൈസ് കൂടുതൽ ഈൽഡ് കിട്ടത്തക്ക രീതിയിൽ അവർ വളർത്തി അവരതിൻ്റെ പേറ്റൻസി എടുത്തു. അങ്ങനെ പേറ്റൻസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം അത് ഏത് രാജ്യത്ത് വേണമെങ്കിലും സെല്ല് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തു നിന്ന് പോയതായിട്ട് കൂടി നമുക്ക് വേറൊരാൾക്ക് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് അവരുടെ പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ട്രഡീഷണൽ ഹെർബൽ മെഡിസിൻസ് ആയ ടർമറിക്, നീമൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. നമ്മുടെ റിസോഴ്സസ് വേറൊരു കൺട്രിയിലേക്കും അല്ലെങ്കിൽ വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയും കട്ടുകൊണ്ട് പോകാൻ പാടില്ല. ബയോപൈറസി പറയുന്നത് അതാണ്. ബയോ റിസോഴ്സസ് ഇറ്റ് വിൽ ബി സ്റ്റീൽഡ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് പീപ്പിൾ കൺസേൺ വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. അതായത് നമുക്ക് വേണ്ട പേയ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയോട് കൂടി നമ്മുടെ ഓതറൈസേഷനോട് ഇല്ലാതെയും അതേപോലെ അങ്ങനെയൊക്കെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ബയോപൈറസി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലി പുവർ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി വെച്ചും ട്രഡീഷണൽ നോളജ് വെച്ചും വി ആർ റിച്ച്. പക്ഷേ എന്താണ്, ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റിയിലും അതേപോലെ തന്നെ ട്രഡീഷണൽ നോളജിലും വളരെ പുവർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊക്കെ പ്ലാൻസ് ഉണ്ടെന്നും അത് ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതുമാണെന്ന് അവർക്ക് പുവർ നോളജ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ പല അനുഭവങ്ങളും വെച്ച് നമ്മൾ കുറേ ട്രഡീഷണൽ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ, വല്ലാതെ സൈനസൈറ്റീസിൻ്റെ തലവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദിക് മെഡിസിനിൽ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾ ചെയ്തൊന്നും നോക്കരുത് കേട്ടോ, ഞാൻ പറയാം. ഈ തുമ്പപ്പൂവില്ലേ, തുമ്പപ്പൂവ് അത് ഒരു നന്നായി കഴുകി വൃത്തിയാക്കി അത് ഉണക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം കളഞ്ഞ് അത് ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ നീര് മൂക്കിലിറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള തലവേദനയും പോകുന്നതാണ് പറയുന്നത്. പക്ഷേ അത് ആ മൂക്കിലിറ്റിക്കുന്നത് നന്നായി അറിയാവുന്ന ആളുകളല്ലെങ്കിൽ നമുക്ക് വേറെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ട്രഡീഷണൽ മെഡിസിൻസ് ആണ്. ഇതൊക്കെ ഈ നസ്യം ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് സാധാരണ പോയി തലവേദന വന്നു നമ്മുടെ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ദൂഷ്യം ഉണ്ടാകും. ചിലപ്പോൾ തലവേദന കൂടാനും അല്ലെങ്കിൽ അത് വേറെ തലയിൽ കയറി പോവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. സാധാരണ ഒരു കോമൺ ആയിട്ട് ഒരാൾ ചെയ്യാറില്ല. അതുകൊണ്ട് അങ്ങനത്തെ മെഡിസിൻസ് അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പറയാറുമില്ല. അപ്പം ഈ തരത്തിലുള്ള മെഡിസിൻസ്, അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ കുറേ മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഡെവലപ്ഡ് കൺട്രീസ്, അതിനെയാണ് നമ്മൾ ബയോപൈറസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ സെക്കൻഡ് അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദേ ഹാവ് കൺസിഡേർഡ്. ഓക്കെ, പേറ്റൻറ്റ് ടേംസും എമർജൻസി പ്രൊവിഷൻസും റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സും ഒക്കെ അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ അമെൻമെൻറ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ പേറ്റൻറ്റ് ബില്ലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചാണ് ആ പേറ്റൻസി കിട്ടുന്നത്. ബയോപൈറസി പ്രിവെൻറ്റ് ചെയ്യുക, ഇതൊക്കെ അതൊരു എത്തിക്കൽ ഇഷ്യൂ തന്നെയാണ് നമ്മുടെ ബയോടെക്നോളജി ഫീൽഡിൽ കേട്ടോ. ബയോടെക്നോളജി ഫീൽഡിൽ എന്നല്ല, ഈ ഒരു എന്താ പറയുക, ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാം, ഹ്യൂമൻ ബീങ്സിൻ്റെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന ഒരു ഫീൽഡിൽ അത് ഒരു എന്താ പറയുക, ഒരു ബയോപൈറസി, ബയോപേറ്റൻസി ഒക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, ബയോടെക്നോളജി ആപ്ലിക്കേഷൻ.